ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിടൽ വിടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോക പ്രശസ്തമായിരിക്കുകയാണ്. അമേരിക്കയുടെ അമേരിക്കയിലെ ജനങ്ങൾക്ക് പോലും ട്രംപിന്റെ വിടൽ കൊണ്ട് വളരെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഒരു ദിവസം ഒരു കാര്യം പറയും, മറ്റൊരു ദിവസം വേറൊരു കാര്യം പറയും, അത് കഴിഞ്ഞ് വേറൊരു കാര്യം പറയും. ഒരേ വിഷയത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ അടുത്ത സമയത്ത് 2-3 ദിവസത്തിന് മുമ്പ് ട്രംപ് ഒരു തള്ളിയിരുന്നു. അതായത് പാകിസ്ഥാനിലെ വൻതോതിലുള്ള ഓയിൽ എണ്ണശേഖരം കണ്ടെത്തി. അവ കണ്ടെത്തിയതിന്റെ ഫലമായിട്ട് ഇന്ത്യക്ക് ഭാവിയിൽ പാകിസ്ഥാൻ എണ്ണ വിൽക്കുന്ന കാലം വളരെ വിദൂരമല്ല എന്നുള്ള പരിഹാസമൊക്കെ ട്രംപിന്റെ ഭാഗത്ത് നിന്നിട്ടുണ്ട്. അത് ആ പരിഹാസത്തിന്റെ കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വളരെ ആഴത്തിലുള്ള അല്ലെങ്കിൽ വളരെ സൗഹൃദപരമായിട്ടുള്ള ബന്ധത്തിന്റെ ആ ഒരു വീർപ്പുമുട്ടൽ ട്രംപിനും അമേരിക്കയ്ക്കും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ട്രംപിന്റെ ഈ വിടലിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രസ്താവനയ്ക്ക് ശേഷം, കാരണം പാകിസ്ഥാന്റെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള പ്രവിശ്യ, റിച്ച് മീൻസ് റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രവിശ്യയാണല്ലോ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. കാരണം അവിടെ ഓയിലും ഗ്യാസും മിനറൽസും ഡയമണ്ടും മാർബിൾസും അതുപോലുള്ള ഒട്ടനവധി റിസോഴ്സുകൾ, വിഭവങ്ങളാൽ നിബിഡമായിട്ടുള്ള അല്ലെങ്കിൽ വിഭവങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാന്റെ നല്ലൊരു ജനസംഖ്യ അവിടെ കുറവാണെങ്കിൽ തന്നെയും പാകിസ്ഥാന്റെ മൊത്തം ഭൂപ്രദേശത്തിന്റെ നല്ലൊരു ശതമാനം ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യയാണ് ഒക്കുപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രംപ് ഇത് പറഞ്ഞതിന് ശേഷം ബലൂചിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നേതാവ് നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബലൂചിസ്ഥാന്റെ വിമത സ്വാതന്ത്ര്യം അവർ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ അതൊന്നും ഇന്റർനാഷണൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടില്ല ഇതുവരെ. അപ്പം അങ്ങനെ ബലൂചിസ്ഥാൻ വിമതരുടെ ഒരു അവകാശവാദം എന്ന് പറയുന്നത്, ട്രംപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ബലൂചിസ്ഥാൻ ഒരു വിൽപ്പനച്ചരക്കല്ലെന്നും ചൈനയോ പാകിസ്ഥാനോ മറ്റേതെങ്കിലും രാജ്യമോ ഇവരുടെ കൂട്ടുനിന്നിട്ട് ഈ പ്രദേശത്തെ അനധികൃതമായിട്ടുള്ള മിനറൽ എക്സ്പ്ലോറേഷൻ, ഖനനം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. അവർ വെറുതെ നോക്കിയിരിക്കത്തില്ല. ഇത്രയും നാളും ശക്തമായ രീതിയിൽ പ്രതികരിച്ചതുപോലെ തന്നെ ഇനിയും ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള പ്രതികരണവും റിയാക്ഷനൊക്കെ ഉണ്ടാകുന്നതാണ് ബലൂചിസ്ഥാന്റെ വിമത വിഭാഗത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രസ്താവന, ഒരു കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം എന്ന് പറഞ്ഞാൽ പരിഹാസപരമായിട്ടുള്ള അവകാശവാദമാണ്. കാരണം ഭാവിയിലെ പാകിസ്ഥാനിൽ ഇത്രയ്ക്ക് റിച്ച് ആയിട്ടുള്ള ഓയിൽ റിസർവ് കണ്ടെത്തിയിരുന്നു. ആ കണ്ടെത്തിയതിന്റെ ഫലമായിട്ട് ഭാവിയിൽ ഇന്ത്യയിലൊക്കെ ഓയിൽ പാകിസ്ഥാൻ വിൽക്കാൻ സാധ്യതയുണ്ടാകും എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. അത് ഇന്ത്യയെ കളിയാക്കിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ട്രംപിന്റെ അവകാശവാദം പാകിസ്ഥാനിൽ ഭയങ്കര ആഘോഷമൊക്കെ ഉണ്ടാക്കിയെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ ഏകദേശം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച പോലെ നിൽക്കുന്ന ബലൂചിസ്ഥാൻ വിമതര്, അവരുടെ അവകാശവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കാരണം ട്രംപ് പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ ഇവിടുന്ന് ഒരു തുള്ളി എണ്ണ പോലും കൊണ്ടുപോകാൻ ചൈനയോ പാകിസ്ഥാനോ അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളെയോ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അങ്ങനെ അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് തക്ക പ്രതികരണമോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടിയോ ഉണ്ടാകും എന്നുള്ളതാണ് ബലൂചിസ്ഥാൻ വിമതർ പറഞ്ഞിട്ടുള്ളത്. പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ ഇതൊന്നും ഇല്ലെന്നും ബലൂചിസ്ഥാനിലാണ് ഈ പറഞ്ഞ റിസോഴ്സുകൾ അല്ലെങ്കിൽ വിഭവങ്ങളെല്ലാം ഉള്ളതെന്നാണ് ബലൂചിസ്ഥാന്റെ വിമത നേതാവ് മിർ യാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീർ US പ്രസിഡന്റിനെ കബളിപ്പിക്കുകയായിരുന്നെന്നും ഈ പറഞ്ഞ ബലൂചിസ്ഥാന്റെ വിമത നേതാവ് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സത്യമാണ്. കാരണം പാകിസ്ഥാൻ ചിരകാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഇതൊക്കെ തന്നെയാണ്. വലിയ പവറായിട്ടുള്ള അമേരിക്കയെ അവർ പല കാര്യങ്ങളും പറഞ്ഞ് കബളിപ്പിക്കുകയും അങ്ങനെ കബളിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ സൈനിക മേധാവികളും സൈന്യമൊക്കെ തന്നെ അമേരിക്കയിൽ നിന്ന് കിട്ടാവുന്ന സഹായങ്ങളെല്ലാം നേടിയെടുക്കുകയും അവര് സൈന്യത്തിന്റെ മേധാവികളും മറ്റു ഓഫീസേഴ്സും എല്ലാം സമ്പത്തുണ്ടാക്കുകയും ഒക്കെ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബലൂചിസ്ഥാൻ നേതാവ് പറഞ്ഞാൽ കറക്റ്റാണ്. കാരണം പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ പാകിസ്ഥാന്റെ പ്രസിഡന്റിനെ ഡൊണാൾഡ് ട്രംപിനെ പറഞ്ഞ് കളിപ്പിച്ചതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പാകിസ്ഥാന്റെ മുൻകാല ഈ പറഞ്ഞ ചരിത്രത്തിൽ നിന്ന് നമുക്ക് അവര്
അമേരിക്കയും തമ്മിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഈ ഒരു എന്താണ് പറയുന്നത് സഖ്യകക്ഷികളായിരുന്നല്ലോ. അൽ ഖ്വയ്ദയും താലിബാനെയൊക്കെ ഇല്ലാതാക്കുവാൻ വേണ്ടി പാകിസ്ഥാനെ ആണല്ലോ അമേരിക്ക ആശ്രയിക്കുകയും ഇതിനുവേണ്ടി പാകിസ്ഥാൻ ഒത്തിരി സൈനിക സഹായങ്ങളും മറ്റു രീതിയിലുള്ള സഹായങ്ങളും ഒക്കെ തന്നെ നൽകുകയും, പക്ഷേ പാകിസ്ഥാൻ ശരിക്കും അമേരിക്കയ്ക്ക് എട്ടിൻ്റെ പണി കൊടുക്കുകയും ചെയ്യും എന്നൊക്കെയുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പം പാകിസ്ഥാന്റെ സൈനിക നേതാക്കൾ, കാലാകാലങ്ങളായിട്ടുള്ള സൈനിക നേതാക്കൾക്കും അല്ലെങ്കിൽ അവരുടെ സൈന്യത്തിനും അമേരിക്കയെ അവരുടെ കാര്യലാഭത്തിന് വേണ്ടി കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ബലൂചിസ്ഥാൻ വിമത നേതാവിൻ്റെ പ്രസ്താവനയിൽ കൂടി അല്ലെങ്കിൽ ആരോപണത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിയാണ്, ബലൂചിസ്ഥാൻ ഏറ്റവും വലിയ പ്രവിശ്യയാണ്. ഏറ്റവും കൂടുതൽ വിഭവങ്ങളുള്ളതും ബലൂചിസ്ഥാനിലാണ്. അവിടെ എണ്ണയുണ്ട്, ഗ്യാസ് ഉണ്ട്, ഓയിലുണ്ട്, മറ്റു പലതരത്തിലുള്ള റിസോഴ്സുകളുണ്ട്. വളരെ റിച്ച് ആയിട്ടുള്ള, എന്നുവെച്ചാൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയുള്ള ഒത്തിരി മിനറൽ റിസോഴ്സുകളും ഒക്കെ തന്നെ വൻതോതിൽ അതിൻ്റെ റിസർവ് ഉള്ള സ്ഥലമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രംപിൻ്റെ അവകാശവാദം, അല്ലെങ്കിൽ ട്രംപ് എന്താണ് തെളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാനിൽ എണ്ണ പര്യവേക്ഷണവുമായി ബന്ധപ്പെട്ട് വലിയൊരു കരാറിൽ അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ട് കഴിഞ്ഞു, അല്ല ഒപ്പിടാൻ പോവുകയാണ്. അപ്പോൾ അത് എണ്ണ ശേഖരം വികസിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കും പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത്. അത് ഇന്ത്യയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇന്ത്യ ഇതൊന്നും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇല്ലേ ഭാവമാറ്റങ്ങളോ ഭാവപ്രകടനങ്ങളോ, അല്ലെങ്കിൽ നമ്മളിതൊന്നും കേട്ട് അങ്ങനെ കാര്യമായിട്ട് പ്രത്യേകിച്ച് ട്രംപിൻ്റെ വാദഗതികളെയും ഇതുപോലുള്ള തെള്ളുകളെയും ഒന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കാറില്ല. കാരണം ഇന്ത്യയിലെ ഏത് സ് ഭരണം നിലവിൽ വന്നു കഴിഞ്ഞാലും ഒരു പരിധിവരെയൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ നോക്കിയും കണ്ടുമൊക്കെ തന്നെയാണ് നമ്മളുടെ നയങ്ങൾ രൂപീകരിച്ചിട്ടുള്ളതും നയങ്ങൾ രൂപീകരിക്കുന്നതും. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ വളരെ ബ്ലൈൻഡായിട്ട് അമേരിക്ക പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരു തരത്തിലുള്ള കരാറിലും പോയി ചാടാറില്ല. പിന്നെ വലിയൊരു രാജ്യമായതുകൊണ്ട്, പവർഫുൾ ആയിട്ടുള്ളൊരു രാജ്യമായതുകൊണ്ട് അവർക്ക് നമ്മളെ പല രീതിയിൽ സമ്മർദ്ദത്തിലാക്കാൻ സാധിക്കും എന്നുള്ളൊരു വസ്തുതയും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപിൻ്റെ നീക്കം. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഈ പാക് എണ്ണശേഖരം എന്ന വാദങ്ങൾ ശക്തി പകരുന്നത് ബലൂചിസ്ഥാൻ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാകാനാണ് സാധ്യത തീർച്ചയായിട്ടും. കാരണം ഈ അടുത്ത സമയത്തായിട്ട് ട്രംപിന് ഇന്ത്യയെ അത്ര വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ച് മോഡിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ, നയങ്ങളോട് അത്ര വലിയ താല്പര്യമില്ല എന്നുള്ളത് ട്രംപിൻ്റെ പലതരത്തിലുള്ള ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനും ഇന്ത്യക്ക് പണി തരാനുമുള്ള താല്പര്യ ടാരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വ്യക്തമായി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു പ്രസ്താവനയും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുവാനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആശങ്ക ഉണ്ടാക്കുവാനും വേണ്ടി മാത്രമാണ് എന്നുള്ളത്, ഇതൊരു ഇൻഫർമേഷൻ വാറാണ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ വാർ മാത്രമാണ്. അല്ലാതെ അതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല. ബലൂചിസ്ഥാൻ അല്ലാതെ മറ്റ് പാകിസ്ഥാൻ്റെ പ്രവിശ്യകളിലൊന്നും അല്ലെങ്കിൽ പ്രദേശങ്ങളിലൊന്നും തന്നെയോ വൻതോതിലുള്ള ഓയിൽ ശേഖരം, ഇറാൻ്റെ ബോർഡറിനടുത്ത് വൻതോതിലുള്ള ഓയിൽ ശേഖരം ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പാകിസ്ഥാൻ തന്നെ പറയുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ട്രംപിൻ്റെ വെറും ഒരു എന്താ പറയുക, ഒരു എം ടി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹോളോ ആയിട്ടുള്ള ശൂന്യമായിട്ടുള്ള ഒരു അവകാശമാണ്. അല്ലെങ്കിൽ അത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുവാനോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു സൈക്കോളജിക്കൽ വാർ എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നിനും അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇനി ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ പ്രശ്നം, ബലൂചിസ്ഥാന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുക്കുക, സ്വതന്ത്രമായ രാജ്യമായി നിലകൊള്ളുക എന്നുള്ളതാണ് ബലൂചിസ്ഥാന്റെ ലക്ഷ്യവും താല്പര്യവും എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള സംഘർഷങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വളരെ മൂർച്ഛിച്ച അവസ്ഥയിലാണ്. നമുക്കറിയാം, ബലൂചിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടികളും ആക്രമണങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. ചൈനയ്ക്കെതിരെയും അവർ ഈ സിപെക്കുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള അറ്റാക്സും ഒക്കെ തന്നെ, ആക്രമണങ്ങളൊക്കെ തന്നെ അവർ അഴിച്ചുവിടുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് അല്ലെങ്കിൽ മിലിറ്ററി സൈനിക പിന്നെ സംവിധാനങ്ങൾക്ക് ബലൂചിസ്ഥാനിൽ നിന്നുള്ള ഈ വിമതരുടെ നീക്കം വളരെ ഫലപ്രദമായിട്ട് ചെറുത്തു തോൽപ്പിക്കുവാനോ അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തുവാനോ ഒന്നും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത്
അവർ ഒരു സ്വതന്ത്ര രാജ്യമായിട്ടുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇതുവരെ ലോകരാജ്യങ്ങളൊന്നും ആരും അംഗീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ UN-ലൊന്നും ഒരു രാജ്യമായിട്ട് അവരെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും രാജ്യത്തിന് സ്വാതന്ത്ര്യത്തോടുകൂടി അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യം എന്ന രീതിയിലുള്ളൊരു എന്താണ് ഒരു ഫോർമലായിട്ട് ഒരു അക്സെപ്റ്റൻസ് ലോകത്ത് കിട്ടണമല്ലോ. അപ്പോൾ ധാതു നിക്ഷേപത്തിൽ നമുക്കറിയാം, മിനറൽ റിസോഴ്സിൻ്റെയും മിനറൽ ഡിപ്പോസിറ്റിൻ്റെയും കാര്യത്തിൽ വളരെ സമ്പന്നമായിട്ടുള്ള പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. പക്ഷേ അവിടുത്തെ ജനങ്ങളും ആ പ്രവിശ്യയൊക്കെ തന്നെ വളരെ പിന്നോക്കാവസ്ഥയിലാണ്. വളരെ അധികം ദരിദ്രമായിട്ടുള്ള അവസ്ഥ നേരിടുന്ന ഒരു കൂട്ടം ജനവിഭാഗമാണ് ബലൂജികൾ എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ പാകിസ്ഥാൻ ഭരിക്കുന്ന ഭരണവർഗത്തിൻ്റെ ശരിയായിട്ടുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ പിന്നെ ആ പ്രവിശ്യയും ജനങ്ങളെയും കൂടുതൽ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ഒന്നും തന്നെ ഇതുവരെ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായിട്ടും ചെയ്തിട്ടില്ല. അവിടുത്തെ വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് പോവുക എന്നല്ലാതെ മറ്റൊരു പ്രവൃത്തിയും പാകിസ്ഥാന്റെ ഭരണവർഗത്തിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിന് മുകളിലായിട്ട് വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധവും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഈ പറഞ്ഞ ആർമി, ഡിഫൻസ്, സൈനിക എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ. അവർ പറയുന്നത് തീവ്രവാദി പ്രവർത്തനങ്ങൾ എന്നാണ്, പക്ഷേ അവർ പറയുന്നത് സ്വാതന്ത്ര്യ ലിബറേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ കാശ്മീരിൽ നമ്മൾ അവരെ ടെററിസ്റ്റ് എന്ന് വിളിക്കുമ്പോൾ അവർ ആസാദി എന്ന് വിളിക്കുന്നത് പോലെ തന്നെയാണ് അവിടെ നടക്കുന്നതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പിന്നെ ഡെവലപ്മെന്റ്സ് ഇതൊക്കെ നോക്കുമ്പോൾ വളരെയധികം പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഭരണവർഗത്തിന്റെ ലക്ഷ്യങ്ങളും. അവരതാണ് ദശാബ്ദങ്ങളായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങളെല്ലാം അടിച്ചമർത്തുകയും വളരെ ക്രൂരമായിട്ടുള്ള പീഡനത്തിന് വിധേയമാക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവിടുത്തെ വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ പഞ്ചാബി ബേസ്ഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഭരണവർഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ CPEC വന്നതിന് ശേഷം, CPEC എല്ലാം ബലൂചിസ്ഥാൻ ആണല്ലോ അതിൻ്റെ ശരിയായിട്ടുള്ള വളരെ സെൻട്രൽ ഫോക്കൽ ഏരിയ അതാണ്. അപ്പോൾ അവിടെ ഗ്വാദർ പോർട്ടിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ബലൂജികളെ കൂടുതൽ അലോസരപ്പെടുത്തുകയും, കാരണം ഇത് ചൈന കൂടെ വന്നപ്പോൾ ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് നിന്നിട്ട് അവരെ ചൂഷണം ചെയ്യുക എന്നുള്ളൊരു അവസ്ഥ കൂടി ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്കണോമിക് കോറിഡോർ ബലൂചിസ്ഥാനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ചൈനയുടെ എഞ്ചിനീയർമാർക്ക് നേരെയൊക്കെ തന്നെ വലിയ തോതിലുള്ള ആക്രമണങ്ങളും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓയിൽ എക്സ്പ്ലോറേഷനുമായിട്ട് ബന്ധപ്പെട്ട് US-ന്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ സാന്നിധ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ബലൂചിസ്ഥാനിൽ വീണ്ടും സംഘർഷാവസ്ഥ ഉണ്ടാകും. അമേരിക്കയ്ക്കെതിരെയായിരിക്കും ബലൂചിസ്ഥാന്റെ അടുത്ത നെക്സ്റ്റ് ഫേസ് ഓഫ് ഫൈറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ബലൂചി വിമത നേതാവ് പറഞ്ഞിട്ടുള്ളത് ബലൂചിസ്ഥാൻ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതെന്നും പാകിസ്ഥാനോ ചൈനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമോ, അത് അമേരിക്കയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ പ്രദേശത്ത് അനധികൃതമായിട്ടുള്ള എക്സ്പ്ലോറേഷൻ, മിനറൽ എന്താണ് പറയുന്നത്, മൈനിങ് ഒക്കെ അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കില്ല എന്നും ഈ പറഞ്ഞ ബലൂചിസ്ഥാൻ വിമത നേതാവായിട്ടുള്ള ട്രംപിന് എഴുതിയ ഒരു തുറന്ന കത്തിൽ അല്ലെങ്കിൽ ട്രംപിനായിട്ട് പങ്കുവച്ച ഒരു തുറന്ന കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ട്രംപിന്റെ തള്ളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. ഈ പറഞ്ഞ ഒരു പ്രത്യേക ഈ പ്രസ്താവന ഇന്ത്യയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇവിടെ സംസാരിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.